സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തുടർന്നുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. നിലവിൽ ജില്ലയിൽ അലർട്ടുകൾ ഇല്ലെങ്കിലും ഉച്ചതിരിഞ്ഞ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടങ്ങിയവയിൽ ഇതൊക്കെയാണ് വരുന്ന വിവരങ്ങൾ. വൃദ്ധ 5 ദിവസം ശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഈ മുന്നറിയിപ്പിന് പുറമെ ഇന്ന് പ്രത്യേകിച്ചും ജില്ലകൾക്ക് അലേർട്ടുകൾ ഇപ്പോൾ നിലവിലില്ല. എന്നാലും കഴിഞ്ഞ ദിവസം പോലെ തന്നെ അതിശക്തമായ മഴ പലയിടത്തും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത്. ഇന്ന് അലേർട്ടുകളില്ലെങ്കിൽ പോലും നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകൾക്കാണ്. അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തടക്കം പലയിടത്തും വ്യാപകമായ മഴയുണ്ടായിരുന്നു. ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇടിമിന്നലിൽ തിരുവനന്തപുരത്ത് വർക്കലയിൽ ഒരു മരണം നടന്നിട്ടുണ്ട്. 19 വയസ്സുകാരൻ രാജേഷാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. വീടിന്റെ മുറ്റത്തിരുന്നപ്പോഴാണ് ഇടിമിന്നലേറ്റത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ തന്നെ ഇടിമിന്നലിനെയും മഴയുമുള്ള സമയത്ത് എല്ലാവരും ഇരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ശക്തമായ കാറ്റിനും 50 കിലോമീറ്ററിലധികം വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രവചനം കൂടി നിലനിൽക്കുന്നുണ്ട്. ഉച്ചതിരിഞ്ഞുള്ള മഴയാണ്, വേനൽ മഴയായതുകൊണ്ട് ആ സമയങ്ങളിലാണ് ശക്തമായ ഇടിമിന്നലും മഴയും ഉണ്ടാകാനുള്ള സാധ്യത കണക്കാക്കുന്നത്. വൃന്ദ. വിഷ്ണു.